7 വർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിനായി ചൈനയിലെത്തിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു ഉച്ചകോടി, ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. അവിടെ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ട് ചില ചർച്ചകൾ, നിർണായക ചർച്ചകൾ നടത്തുമെന്നാണ് പുറത്തിൽ വരുന്ന വിവരങ്ങൾ. എന്താണ് സാർ, ഈ മോദിയുടെ ചൈന സന്ദർശനം ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കും? 2024 ഒക്ടോബറിൽ ഇവര് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യയിലെ കസാനിൽ കണ്ടതിന്റെ തുടർച്ചയാണ്. ചൈനയിലെത്തുന്നത് 7 വർഷങ്ങൾക്ക് ശേഷം. നോക്കണം, നമ്മളെപ്പോഴും അതിർത്തി സംഘർഷത്തിന്റെ പേരിൽ വരസി നിൽക്കുന്നവരാണ്. എന്നിട്ട് പോലും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് 2018 പോയി, ഇപ്പൊ 7 വർഷത്തിന് ശേഷം വീണ്ടും പോവുകയാണ്. 18 പോയതുപോലെ അല്ല ഇപ്പോഴത്തെ ഈ അവിടുത്തെ സന്ദർശനത്തില് അമേരിക്ക അടക്കം പല രാജ്യങ്ങളും, ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ജാഗ്രതയോടെ, ഭയത്തോടെ അമേരിക്ക, ട്രംപ് ഉറ്റുനോക്കുകയാണ്. നമ്മളുമായിട്ട് ചുങ്കത്തിന്റെ പേരിൽ ഉരസി നിൽക്കുന്ന, ഇടഞ്ഞു നിൽക്കുന്ന ട്രംപിന് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. വലിയ തലവേദനയായിരിക്കുകയാണ്. ധാരണയിലെത്താവുന്ന നിരവധി വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ചൈനീസ് വിപണിയിൽ ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ എത്തും. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ വിതരണ ശൃംഖല 2020 മുൻപുള്ള അവസ്ഥയിലെത്തിക്കൽ, ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ, പിന്നെ വിപണി തുറന്നു കൊടുക്കുകയാണ്. ചൈനയിൽ നിന്ന് മരുന്ന് നിർമ്മാണ അസംസ്കൃത വസ്തുക്കൾ വരും. കാരണം ഒരുപാട് നിരവധി രാഷ്ട്രങ്ങളിലേക്ക് ഇന്ത്യ മരുന്നുകൾ നിർമ്മിച്ച്, ഈ അമേരിക്കയിലേക്ക് പോലും ഇന്ത്യ മരുന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്. കോവിഡ് കാലത്തും ഒക്കെ. അതെ, കോവിഡ് കാലത്ത് നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുത്തത്. 100 രാഷ്ട്രങ്ങൾക്ക്, ദരിദ്ര രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ചെറിയ രാജ്യങ്ങൾക്ക്, 100 രാജ്യങ്ങൾക്ക് നമ്മൾ സൗജന്യമായിട്ട് ഇത് കൊടുത്തു. പിന്നെ വിസ തടസ്സം പൂർണ്ണമായി നീക്കൽ, നേരിട്ടുള്ള വിമാന സർവീസ്, ഇത് യാത്രയുടെ ഒരു സുതാര്യത ഉറപ്പുവരുത്തുകയാണ്. പിന്നെ അതിർത്തികളിലെ ജലം പങ്കിടുന്നതിന് ഒരു ധാരണ. പിന്നെ ടിക്ടോക്കിനടക്കം ഇന്ത്യയിലെ വിലക്ക് നീക്കും. അത് അങ്ങനെ ഒരു വിലക്ക് മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഈ ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ടിക്ടോക്കിന് നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയത്. പിന്നെ ഈ അതിർത്തി സംഘർഷം കുറയ്ക്കാനും വ്യാപാരവും ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും സുദൃഢമാക്കാനുമാണ് ഇവരുടെ കൂടിക്കാഴ്ച. നദീജലം പങ്കിടുന്നതിനെ കുറിച്ചും ചൈനയുമായിട്ട് ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ അതിർത്തിയിലെ സംഘർഷമാണല്ലോ പലതിനും തടസ്സമായിട്ട് നിൽക്കുന്നത്. അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം കൂടുതൽ. അത് ജലത്തിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഈ ജലം പങ്കിടുന്നതിനെ കുറിച്ചൊരു കരാറും ധാരണയും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പറഞ്ഞു തീർക്കാവുന്ന, അല്ലെങ്കിൽ സഹകരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഈ അതിർത്തിയിലെ സംഘർഷം ഉള്ളപ്പോഴാണ് ഈ നിലനിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാപാര കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് തടസ്സമായിരിക്കും. യാത്രയിൽ പോലും ഒരു സുതാര്യത ഉണ്ടാകത്തില്ല, വളരെ എളുപ്പമായിട്ട് അത് നടക്കത്തുമില്ല. പിന്നെ ഇന്ത്യക്ക് ആവശ്യം എന്ന് പറയുന്നത് വാഹനങ്ങളും മൊബൈലും സോളാർ പാനലും അടക്കം നിർമ്മിക്കാനുള്ള റെയർ എർത്തിന്റെ 80% ചൈനയുടെ പക്കലാണ്. ഇതിന്റെ കയറ്റുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇന്ത്യ ഇളവ് തേടും. അപ്പം ഇതൊക്കെ വലിയ വലിയ ചില കാര്യങ്ങളാണ് ഇവിടെ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ. പ്രഖ്യാപനങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഇത് വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അടക്കം വളരെ ഔത്സുക്യത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഈ ചൈന, ഇന്ത്യ, ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനവും ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ചർച്ചയും ഒക്കെ ഇങ്ങനെ സാവൂതം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനിലെ സന്ദർശനം പൂർത്തിയാക്കിയിട്ടാണ്. അതെ, അവിടുന്ന് വലിയ രീതിയിൽ നിക്ഷേപം ഉറപ്പുവരുത്തിയിട്ടാണ് മോദി ചൈനയിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഫിജിയിലെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നിരുന്നു. അദ്ദേഹവുമായിട്ട്
നല്ല ആരോഗ്യകരമായ ഒരു ചർച്ച നടന്നു. അവിടെ അവർക്ക് കൊടുക്കുന്ന സഹായം വളരെ വലുതാണ്. വലുതാണ്. അതെ, അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങള്, അതെ. ക്രിക്കറ്റ് പരിശീലകർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ എവിടെയോ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാമിക ഭീകരത. ഭീകരത. അതിനെതിരെ എല്ലാവരും ഒന്നിക്കണം. അതെ, അതെ, ജാഗ്രതയോടെ. നമ്മള് അതെന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് മുഴുവനും, വിശിഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് അത് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. സൗദി പോലെയുള്ള രാജ്യങ്ങൾക്ക് ഈ ഇസ്ലാമിക ഭീകരത, ISIS പോലെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മോദി അത് എവിടെയും അടിവരയിട്ട് പറയുകയും ചെയ്യുന്നത്. കാരണം ലോകത്ത് പലയിടങ്ങളിലും യുദ്ധം നിൽക്കുന്നുണ്ട്. ആ യുദ്ധം അവസാനിപ്പിക്കാവുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെയാണ്, ഭാരതത്തെയാണ് അവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം തോന്നുന്നു സാർ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധവും ഇതിലൊരു ചർച്ചയായേക്കും അല്ലെ? അവിടെ പുടിനുമായിട്ട് പുടിൻ എത്തുന്നുണ്ട് അവിടെ. ഇതിന്റെ പിന്നെ ട്രംപ് ഉറ്റുനോക്കാൻ കാര്യം, പുടിൻ അവിടെ വരുന്നു, ചൈനയുടെ പ്രധാനമന്ത്രി ഷീ ജിൻപിങ് അവിടെ ഉണ്ട്, പിന്നെ നരേന്ദ്രമോദി. അപ്പൊ നോക്കണേ, ഒരു മൂന്ന് അവിടെ ഒരു ത്രിമൂർത്തി സംഗമമാണ് അവിടെ നടക്കുന്നത്. അത് പിന്നെ മൂന്നും വലിയ ശക്തി തന്നെയാണ് എന്നുള്ളതാണ്. ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ സൈനിക സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യയും ചൈനയും മാറിക്കഴിഞ്ഞു. സാമ്പത്തിക രംഗത്ത് നമ്മൾ മൂന്നാമതേക്ക് കുതിക്കുകയാണ്. അതുണ്ടാക്കുന്ന നേട്ടം വേറൊരു തലത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ വ്യാപാര മേഖലയിലും ഉണ്ടാകുന്ന മാറ്റം. ഇപ്പോൾ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് തന്നെ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇന്ത്യ ഇവിടെ ലോക വിപണിയാക്കി, ലോകത്തിന്റെ മുഴുവൻ വിപണി ഉള്ള ഒരു ഇടമാക്കി മാറ്റി, ഒരു ഹബ്ബാക്കി ഇന്ത്യ മാറും എന്ന് പറയുകയുണ്ടായി. ഇതൊക്കെ ട്രംപിനുണ്ടാക്കി കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് ചെറുതല്ല എന്നുള്ളതാണ്. സാർ, ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഒരാഴ്ച മുമ്പ് അവരുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. അതിന് നരേന്ദ്രമോദി ആശംസ നേർന്നു. ഇപ്പൊ ഇത് ഈ സെലൻസ്കിയും മോദിയുമായിട്ട് ഫോണിൽ ചർച്ച നടന്നിരിക്കുന്നത് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാണ്. ഒരു ശുഭകരമായ എന്തോ ഒന്ന്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മോദിക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. കാരണം ഈ ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മോദി ഇക്കാര്യം പുടിനുമായിട്ട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു ശുഭകരമായ പരിസമാപ്തി ഉണ്ടാകും എന്ന് സെലൻസ്കി കരുതുന്നുണ്ട്. സെലൻസ്കിക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം നേരത്തെ പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഈ യുദ്ധം തുടങ്ങിയ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദി ഇടപെടണം, ഇന്ത്യ ഇടപെടണം, ഇന്ത്യ ഇടപെട്ടാൽ ഈ യുദ്ധം തീരും. അത് അവർ മാത്രമല്ല, നേരത്തെ ഇറാനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടത് ഇന്ത്യയാണ്, അമേരിക്ക അല്ല എന്ന് അയത്തുള്ള ഖൊമേനിയുടെ ഓഫീസ് തന്നെ അത് നേരത്തെ സ്ഥിരീകരിച്ചതാണ്. ഇറാനും അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുമായിട്ട് നല്ല വ്യാപാര ബന്ധമുള്ളൊരു രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാൻ തീർച്ചയായിട്ടും ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു മധ്യസ്ഥനായിട്ട് ഇന്ത്യയെ കാണുന്നു എന്നുള്ളതും നമ്മൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതാണ്. ഈ ഭൂമിശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇറാൻ അങ്ങനെ നമ്മളോട് ആവശ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇറാനും ഇസ്രയേലും തമ്മിലുള്ളതാണ്. അതെ, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നൊന്നുമില്ല. അപ്പോൾ പക്ഷെ ഇന്ത്യ വിചാരിച്ചാൽ അവിടെ ഒരു മധ്യസ്ഥത കൊണ്ടുവരാൻ സാധിക്കും. ഇടയ്ക്ക് തന്നെ സെലൻസ്കി പറഞ്ഞല്ലോ, ഭാരതത്തിന് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ ട്രംപിനുണ്ടാകുന്ന 9ാം ഉത്സവം തുടങ്ങും ഉള്ളിൽ. കാരണം ട്രംപ് എല്ലാവരൊക്കെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊക്കെ, ഈ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിച്ച് എങ്ങനെയെങ്കിലും നൊബേൽ സമ്മാനം നേടാമെന്നൊക്കെ പറഞ്ഞ് അത് എല്ലായിടത്തും യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു നടക്കുക. പക്ഷെ ഒരിടത്തും യുദ്ധം അവസാനിപ്പിച്ചു പറയുന്നതിന്റെ പിറ്റേ ദിവസം വരുന്ന വാർത്ത ആക്രമണം നടന്നു, ഇത്ര പേര് മരിച്ചു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ മോദിയുടെ സന്ദർശനം വളരെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് കരുത്തേകുന്ന ഒരു സന്ദർശനമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് അതൊരു രമ്യമായ പരിഹാരമുണ്ടായി സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു മാർഗത്തിലേക്ക് അവർ രണ്ട് രാജ്യങ്ങളും ഇറങ്ങി വരട്ടെ എന്നും നമുക്ക് കരുതാം. അതിന് നരേന്ദ്രമോദി മുൻകൈ എടുക്കട്ടെ.